ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് ഞാനൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ കുറെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി തന്നിരുന്നു. 365 days 1 crore എന്നുള്ളൊരു ചലഞ്ച് നമുക്ക് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം. സോ അത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ലൊരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എണ്ണീറ്റു ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും റെഡി ആയി ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, സോ വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്നത്തെ ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്, അതായത് ആദ്യം നമുക്ക് ചെയ്യാനുള്ളതിന് മുന്നേ നമ്മുടെ 14 days മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ പ്ലസ് മീഡിയ പ്രൊഡക്ഷന്റെ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ ഞാൻ 2-3 ആൾക്കാരോട് ഈ പ്രോഗ്രാമിനെ പറ്റി വാല്യൂ ചോദിച്ച സമയത്ത്, എങ്ങനെയുണ്ട് ഈ ഒരു പ്രോഗ്രാം എന്ന് ഞാൻ 2-3 പേർക്ക് അൺലോക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞു. ചില ആൾക്കാർ യൂട്യൂബിലും കമന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യം. സോ ഞാൻ കുറച്ച് ആ കോഴ്സിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചില പോർഷൻസ് ഞാൻ കട്ട് ചെയ്തിട്ട് കുറെ കൂടെ നല്ല രീതിക്ക് അതിനകത്ത് വാല്യൂ കുത്തി നിറച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ 1 week ആയിട്ട് ആ പ്രോഗ്രാം ഇപ്പം ലാഗ് ആയി. അത് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി അതിന്റെ ഒരു ചെറിയ പോർഷൻ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാടുള്ള ഏരിയാസ് എല്ലാം ഞാൻ പുറത്തു കൊടുത്ത് ചെയ്യിക്കും എഡിറ്റിംഗ്. അല്ലാതെ ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയൊരു പോർഷൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. കിട്ടി അത് കാണിച്ചു തരാം. സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റിംഗും കാര്യങ്ങളും എല്ലാം ക്യാപ്കട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മള് കോഴ്സിനകത്ത് ഒരു പോർഷൻ ആണ്. അതാണ് നിങ്ങളിപ്പോ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് കണ്ടോളൂ. ഞാൻ പ്ലേ ചെയ്യാം. കോണ്ടന്റുകൾ ഉള്ളത്. സോ ഇനി എന്താണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് നോക്കാം. ഈ കോണ്ടന്റുകൾ യൂസ് ചെയ്ത് നമ്മളുടെ ക്ലയന്റിന്റെ സർവീസോ പ്രൊഡക്റ്റോ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ക്ലയന്റിന്റെ സർവീസോ പ്രൊഡക്റ്റോ കോണ്ടന്റ് ത്രൂ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കോണ്ടന്റ് ആണ്. സോ അത്രയാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ആ പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവണം. കാരണം ഇത് നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ അത്ര പാടുള്ള ഒരു പരിപാടിയല്ല പഠിക്കാനായിട്ട്. പിന്നെ നമ്മൾ ക്രിയേറ്റിവിറ്റിയാ മോസ്റ്റ് ഓഫ് ദി ഏരിയയിലും യൂസ് ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിച്ച് എടുത്ത് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്രിയേറ്റീവായിട്ട് കാണിച്ചെങ്കിലേ നമ്മുടെ സ്റ്റുഡൻസിന് അത് ക്രിയേറ്റീവായിട്ട് അത് എടുക്കാനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പറ്റത്തുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോ എക്സസൈസുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പ്രോഗ്രാമിനകത്ത് മിക്ക എല്ലാ സെഷൻസിനകത്ത് നമ്മളിപ്പോ പുതിയതായിട്ട് എക്സസൈസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് കമന്റ് സെഷനിൽ വന്നൊരു കമന്റ് ആണ്, അതായത് ഒരു പ്രിവ്യൂ വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് അൺലോക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് പറയുന്ന ഒരു പ്രിവ്യൂ വീഡിയോയോ ആ ഒരു സൈറ്റിൽ തന്നെ ചെയ്യണം എന്നുള്ള കാര്യം അത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കമന്റ് നമ്മൾ പരിഗണിച്ച്, അത് സത്യമാണ്, ശരിക്കും ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. എന്തായാലും അതൊരാൾ കൂടെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് കുറെ സ്ട്രോങ് ആയിട്ട് ചെയ്യാനായിട്ട് തന്നെയാണ് പ്ലാൻ. സോ ഇപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പൊ ഓൾറെഡി ടൈം 11:30 ആയി. ഞാൻ എണ്ണീറ്റപ്പോ താമസിച്ചു. ഇന്നലെ രാത്രി ഒത്തിരി താമസിച്ചാണ് കിടന്നേ. നമ്മുടെ സ്റ്റാർട്ടപ്സിനകത്ത് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഞാനത് പറയാം. ഭയങ്കര കോമഡിയാ. അപ്പൊ അതിന്റെ കുറച്ച് കേസ് സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി മൊത്തം. പിന്നെ പിച്ച് ഡെക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും ഒരു വലിയ പ്രൊജക്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ചെയ്ത് തീർത്തിട്ട് വരാം. അങ്ങനെ എഡിറ്റിംഗും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം 12:50 ഓൾമോസ്റ്റ്. ഞാനിപ്പോ നമ്മുടെ ആ ഒരു കോഴ്സ് വീഡിയോസ് സ്റ്റുഡൻസിന്റെ സൈറ്റിൽ അൺലോക്ക് ആക്കി കൊടുക്കാൻ അതിന്റെ ഡാഷ്ബോർഡിലാണ്. ഡാഷ്ബോർഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ ഇതാണ് ഡാഷ്ബോർഡ്. ഇവിടെ നമ്മൾ കോണ്ടന്റ്സ് എല്ലാം ഇവിടെ ചെയ്യും. പിന്നെ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതും ഇതുമൊക്കെയാണ് ഇവിടെ കരിക്കുലത്തിലാണ് നമ്മൾ കോഴ്സസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടില്ല. കോഴ്സസ് നമ്മൾ സൈറ്റിൽ അൺലോക്ക് ആക്കി കൊടുക്കുന്നു. സിമ്പിൾ പരിപാടി. അപ്ലോഡിംഗ് ആണ് ആക്ച്വലി. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പരിപാടികളൊന്നുമില്ല. കോഴ്സ് എന്തായാലും അപ്ലോഡ് ആയി. പിന്നെ ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറയാം. കാരണം കുറെ നാൾക്ക് ശേഷം കാണുകയല്ലേ, അപ്പം കുറെ ഡീറ്റെയിൽസ് മിസ്സായിട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാം. നമ്മുടെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, സ്റ്റാർട്ടപ്സിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്സിന്റെ പ്രോജക്ട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 days മുന്നേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു സ്റ്റാർട്ടപ്പ് പ്രോജക്ട് ഡ്രോപ്പ് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഐഡിയ മനസ്സിലാവും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് പുറത്ത് പോവരുതല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്തായാലും ഇപ്പൊ ഡെവലപ്മെന്റ് നടക്കുന്ന പ്രൊജക്ട്
പ്രൊജക്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ കുറെ നാളായിട്ട് നമ്മൾ ഇത്ര പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നൈറ്റ് ഒത്തിരി ഉറക്കളിക്കാൻ പറ്റത്തില്ല, ഒരുപാട് സ്ക്രീൻ ടൈം എനിക്ക് കുറയ്ക്കേണ്ടി വന്നു, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും ഫോക്കസ്ഡ് ആയിട്ട് എന്റെ ഒരു പരിപാടികളും നടന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു റെസ്റ്റോറന്റിന്റെ. അത് നമ്മളൊരു വാലന്റൈൻസ് ഡേ അവിടുത്തെ ഓഫറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ടീം ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളെ ഇവിടെ നിന്ന് കാണിക്കാം, നിങ്ങൾ കണ്ടിട്ടോ. എടാ പിന്നെ ഒരു ഷവർമ കൂടെ വാങ്ങിച്ചു തരുമോ? വാങ്ങിക്കൊണ്ട ഫുഡല്ല നീ തീർത്തല്ലേ? ഇതിൽ രണ്ടും മഞ്ഞുണ്ടാന്നല്ലോ, ഒന്ന് എന്തിയെ? ഇതാണോ? എന്നാ പിന്നെ എനിക്ക് ദൂരെ തിന്നാനില്ലേ, നീ തന്നെ വെച്ചോ. എന്താ ഞാൻ വിശന്നോണ്ടല്ലേ പറഞ്ഞേ. സോ അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തൊരു പ്രൊജക്ട്. അതും ഈ ഒരു പ്രൊജക്ട് ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റിന് വേണ്ടി അവിടെ വാലന്റൈൻസ് ഡേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ചെയ്തൊരു പ്രൊജക്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കുള്ളൊരു ക്ലയന്റ് ഉണ്ട്, ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസി. അവരുടെ ഒരു വീഡിയോ പെൻഡിങ് ആണ്, അവരുടെ കുറച്ച് ആഡ്സ് റൺ ചെയ്യാനുള്ള പെൻഡിങ് ആണ്. അപ്പോൾ അതെല്ലാം വീണ്ടും ഫ്രണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു പ്ലാനാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒത്തിരി കോണ്ടന്റുകൾ ഞാനൊരു 2-3 ഡേയ്സിനകത്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് കോണ്ടന്റ്സ്, 100% വാല്യൂ തരുന്ന കോണ്ടന്റ്സ്. കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ ഡോക്യുമെന്ററീസ് വായിച്ചു, വേറെ കുറെ ബ്ലോഗ് പോസ്റ്റുകൾ വായിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നോളജ് ഈ ഒരു ടൈമിന്റെ ഇടയ്ക്ക്, അതായത് ഈ പ്രൊഡക്റ്റീവ് അല്ലാതിരുന്ന സമയത്തും അത്യാവശ്യം നല്ല രീതിക്ക് നോളജ് ഏൺ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. കുറെ കോണ്ടന്റുകളും അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, എന്ത് യൂട്യൂബിൽ ഇടണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി കോണ്ടന്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും എനിക്ക് കണ്ടുപിടിച്ച് വീഡിയോ ആക്കി ഇടാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അതിനകത്ത് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി എന്റെ ഒരു അഭിപ്രായം അല്ലെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന റിസോഴ്സസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനി എന്തായാലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ടപ്സിന്റെ ഒരു UI ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യണം, ഒരു സോഫ്റ്റ്വെയറിന്റെ UI സ്കെച്ച് ചെയ്യണം. പിന്നെ അതിന്റെ കുറച്ച് പിച്ചടക്കുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് അടുത്ത കോഴ്സിന്റെ വീഡിയോ പ്രിപ്പയർ ചെയ്യണം. അടുത്ത കോഴ്സിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സിനകത്ത് തന്നെ വേറൊരു ലെസൺ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറെ കൂടെ വാല്യൂ ഇൻപുട്ട് ചെയ്ത് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു കോണ്ടന്റ് ആക്കി വെക്കുക. അത് സ്ക്രിപ്റ്റ് ആക്കി വെക്കുക. പിന്നെ അത് നമുക്ക് വീഡിയോ ആക്കി ഡൈവേർട്ട് ചെയ്യാം. വീഡിയോ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് പിന്നെ സെറ്റ് ചെയ്യാം. അപ്പം എന്തായാലും അതിന് കോണ്ടന്റ് റെഡി ആക്കണം. പിന്നെ യൂട്യൂബിലേക്ക് ഇടാനുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. അതാണ് ഇന്നത്തെ എന്റെ പ്ലാൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എന്റെ പ്ലാൻ. അപ്പൊ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിക്ക് ഇരിക്കാം. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞു. ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞാൽ എന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നുള്ളൊരു സംഭവമാണ്. നോർമലി എല്ലാവർക്കും വരാറുള്ള കോമൺ ആയിട്ടുള്ള സംഭവമാണ്. എനിക്ക് ശരിക്കും ഉറക്കം വരും, പക്ഷെ ഞാൻ ഉറങ്ങാറില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഉറങ്ങിയിട്ടുമില്ല. എനിക്ക് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറങ്ങുന്ന ഒരു ടൈപ്പ് അല്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടപ്സിന്റെ കുറച്ച് കേസ് സ്റ്റഡീസ് ആണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ അതിന്റെ UI നമുക്കൊന്ന് ചെറുതായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി. 2ാമത്തെ ഐഡിയ വീണ്ടും ഡ്രോപ്പ് ചെയ്തു, 3ാമത്തെ ഐഡിയയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു, ഉറപ്പിച്ചു. അത് നമ്മൾ സ്കെച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. നൈസായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ടെക്നോളജി എന്നൊക്കെ കാണാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ. പിന്നെ ഏറ്റവും അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ കുറെ കേസ് സ്റ്റഡീസും അതും ഇതുമൊക്കെയാണ് കാണാനായിട്ട് പറ്റുക. നിങ്ങൾക്ക് ചെറുതായിട്ട് ബ്ലർഡ് ആയിരിക്കും, കാരണം അതിനകത്ത് വിഷൻ ആൻഡ് മിഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് നിങ്ങളെ ഡയറക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ എന്താണെന്ന് മനസ്സിലാവും. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് നിങ്ങൾ കേസ് സ്റ്റഡി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ 2-3 പേപ്പറോളം നമ്മൾ ബാക്കിയുള്ള കേസ് സ്റ്റഡീസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു നോർമൽ ബിസിനസ് പോലെയല്ല സ്റ്റാർട്ടപ്പ് ബിസിനസ് വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ പോയി കണ്ടു നോക്കുക. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ട്രഡീഷണൽ ബിസിനസ്സും എന്താണ് സ്റ്റാർട്ടപ്പ് ബിസിനസ്സും. സോ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വിഷനും മിഷനും കൃത്യമായിട്ട് നോട്ട് ചെയ്തിരിക്കണം. കാരണം അത് നിങ്ങൾക്കും നിങ്ങളെ ഒന്ന് അവെയർ ആക്കാനും നല്ലതാണ്. അതേപോലെ നിങ്ങൾ പിന്നീട് ഒരു ഇൻവെസ്റ്റേഴ്സുമായിട്ട് പിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയും ഇത് മസ്റ്റ് ആണ്. സോ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുമ്പോൾ വിഷനകത്ത് നമ്മൾ എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് എഴുതണം. അതായത് മിഷനകത്ത് നമ്മൾ അവിടെ കൊടുക്കാനുള്ള
സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്ത് എഴുതിയിരിക്കണം. പിന്നെ പ്രോബ്ലം, അതായത് അതിന്റെ ചലഞ്ചസ് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ പറ്റി എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിൽ ആ പ്രോബ്ലത്തിനെ പറ്റി ആൾക്കാർ ഫേസ് ചെയ്യുന്നതായിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, എന്താണ് നിങ്ങളുടെ ഐഡിയ, എന്താണ് അവിടുത്തെ പ്രോബ്ലം, അതിനെപ്പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്യുക, ആ ഇഷ്യൂസ് എല്ലാം എഴുതുക. അത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആണ്. അങ്ങനെ സൊല്യൂഷൻ, പ്രോബ്ലം, വിഷൻ ആൻഡ് മിഷൻ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. ഇത്രയും നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മൾ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ ആൾക്കാർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്, അതായത് മാർക്കറ്റിൽ ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി നമ്മൾ കണ്ടുപിടിക്കണം. അത് ChatGPT യൂസ് ചെയ്യാം. നമ്മൾ ആ കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് എൻവയോൺമെന്റിൽ ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരിക്കുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നല്ലൊരു റിസർച്ച് നമുക്ക് വേണം. അങ്ങനെ നമ്മൾ അവിടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇതുവരെ ആരും കണ്ടുപിടിക്കാഞ്ഞത്, നമ്മളാണോ ആദ്യമായിട്ട് ചെയ്യുന്നത്, നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ ആരെങ്കിലും തലയിൽ വന്നിട്ട് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നാലാമത് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റവന്യൂ മോഡൽ. ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നു, പക്ഷെ നമുക്കുള്ള ഒരു റവന്യൂ മോഡൽ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കണം. ഏതൊക്കെ സോഴ്സിൽ കൂടെ ആയിരിക്കണം നമുക്ക് റവന്യൂ വരിക, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും. മേ ബി കൊളാബറേഷൻസ് കാണും, ആഡ് റവന്യൂ കാണും, പാർട്ണർഷിപ്പുകൾ കാണും, പിന്നെ അതുപോലെ തന്നെ പല രീതിയിൽ സ്പോൺസർഷിപ്പുകൾ കാണും. അങ്ങനെ പല രീതിയിൽ നമുക്ക് റവന്യൂ സോഴ്സുകൾ കൊണ്ടുവരാനായിട്ട് വരും. പിന്നെ സബ്സ്ക്രിപ്ഷൻ മോഡലുകളുണ്ട് ചില ആപ്പിൽ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ടെക്നോളജി. ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ, അതായത് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ ഈ ഒരു ഐഡിയ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോങ് ടൈമിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ, ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. ആ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏത് ഫാക്ടറാണ് നമ്മളെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നത് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കണം. പിന്നെ ടെക്നോളജി, നമ്മൾ എന്ത് ടെക്നോളജിയാണ് ഈ ഒരു സൊല്യൂഷനകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു സൊല്യൂഷൻ കാണും, ആ ഒരു സൊല്യൂഷനകത്ത് എന്ത് ടെക്നോളജിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അത്രയൊക്കെയാണ് കേസ് സ്റ്റഡിക്കകത്ത് വരുന്നത്. പിന്നെ 2-3 കാര്യങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ എന്താന്ന് ഇപ്പൊ പറയാം. ഓക്കെ, സസ്റ്റൈനബിലിറ്റി ആൻഡ് ടെക്നോളജി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് എക്സ്പാൻഷൻ, ഗ്രോത്തിന്റെ പ്ലാനുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നെക്സ്റ്റ് 6 monthsൽ നമ്മൾ എവിടെ വരെ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, നെക്സ്റ്റ് 1 yearൽ എവിടെ വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ഇന്ന ഒരു ഗ്രോത്തിന്റെ പ്ലാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഈ സ്റ്റാർട്ടപ്പിന്റെ ഫുൾ കംപ്ലീറ്റ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. ഇത് നിങ്ങളായിട്ട് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരാളെ പറഞ്ഞു തന്നിട്ട് ചെയ്യണ്ടല്ലോ, എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും മെയിൻ ആയിട്ട് നമ്മുടെ ഒരു പിക്ചറൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പിന്റെ നമ്മുടെ ഒരു ഐഡിയയുടെ കേസ് സ്റ്റഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ആക്ച്വലി വെരി മാൻഡേറ്ററി. സോ ഇനി നമുക്ക് സ്കെച്ചിങ് തുടങ്ങാം. സ്കെച്ചിങ് എന്ന് പറയുമ്പോൾ UI നമ്മൾ സ്കെച്ച് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. UI ഡിസൈനേഴ്സിന്റെ കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഫിഗ്മ പോലുള്ള പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ, വെബ്സൈറ്റിലൊക്കെ തേർഡ് പാർട്ടി യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷെ നമുക്കിപ്പോൾ കസ്റ്റം ഒക്കെ ചെയ്തെടുത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ഇതില് UI ഡിസൈൻ അല്ലാത്ത നമുക്ക് ഫിഗ്മയിലൊക്കെ ചെയ്യാൻ അറിയാത്തവർക്ക് ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ബ്ലാങ്ക് പേപ്പറിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണോ ഇരിക്കേണ്ടത് അത് ജസ്റ്റ് സ്കെച്ച് ചെയ്യുക, പേനയോ പെൻസിലോ വെച്ച് സ്കെച്ച് ചെയ്യുക. എന്നിട്ട് അത് നോക്കി നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മതി. സോ അതാണ് ഇപ്പൊ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കാണാനായിട്ട് പറ്റൂ. കാരണം വെച്ചാൽ ഇത് സ്കെച്ച് ചെയ്യാൻ നല്ല ടൈം എടുക്കും. എത്ര നേരം എടുക്കും എന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പം ഒരു ലോഗിൻ പേജ് സ്കെച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കുത്തി വരച്ച് കളഞ്ഞേണ്ടി വരും. അപ്പം വെറുതെ റെക്കോർഡ് ചെയ്ത് ഇതാവുന്നില്ല. സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, ബൈ. അപ്പോൾ ഞാനങ്ങനെ സ്കെച്ച് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. സ്കെച്ചിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ റിസർച്ച് ചെയ്യുകയായിരുന്നു. ദാറ്റ് മീൻസ് ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് AI യൂസ് ചെയ്ത് സ്കെച്ച് ചെയ്യാമോ എന്നൊരു ഡൗട്ട് വന്നിട്ട് ഞാനിങ്ങനെ ChatGPTയിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ ആയിരിക്കണം ആപ്പ് എന്ന് മൊത്തം ഞാൻ
ടു ഇസിന്റെ ഡീറ്റെയിൽസ് വരെ കൊടുത്തിട്ട് അതൊരുമാതിരി മറ്റേടത്ത ഡിസൈനാണ് തന്നെ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്യാൻവയ്ക്കകത്ത് ഞാൻ കസ്റ്റം ചെയ്തു. അതായത് ഒരു പേഴ്സണിന്റെ ഇമേജ് മാത്രം ഞാൻ AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തു. അതിന് ബാക്കിയുള്ള എലമെന്റ്സ് മൊത്തം മറ്റേ ലോഗിന്റെ ടെക്സ്റ്റ് ബോക്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്ത് ഞാൻ എടുത്തു. അപ്പം ജസ്റ്റ് ലോഗിൻ പേജ് മാത്രം കാണിക്കാം, വേറെ ഒരു ഡീറ്റെയിൽസും പുറത്തു കൊടുത്തിട്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏകദേശം ആപ്പ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം. സോ ഇങ്ങനെ ആയിരിക്കും ഓൾമോസ്റ്റ് ഇരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് പേര് ഞാൻ അവിടെ ഡിസ്പ്ലേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പേര് നിങ്ങൾക്ക് മറച്ചിട്ടായിരിക്കും കാണിക്കുന്നത്, കാരണം നമ്മുടെ ആപ്പിന്റെ പേരാണത്. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. സോ അപ്പോൾ എന്തായാലും ബാക്കി ഇനിയിപ്പോൾ ലോഗിൻ പേജ് ആയതേ ഉള്ളൂ. ഇനി സൈനപ്പ് പേജ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോം പേജിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇനി ഞാൻ വരത്തുള്ളൂ. കാരണം ക്യാൻവയ്ക്ക് അത് നടക്കുമെന്ന് അറിഞ്ഞപ്പോൾ കുറെ കൂടെ പണി എളുപ്പമായി. അപ്പൊ അതെന്തായാലും ചെയ്തിട്ട് പിന്നെ കാണാം. ബൈ. നമ്മളങ്ങനെ വൈകുന്നേരം രാത്രിയായി. ഇനിയിപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈനിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആപ്പിന്റെ. വേറെ പേജസ് ഒന്നും കാണിക്കാനായിട്ടില്ല. വേറെ പേജസ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഐഡിയാസും കിട്ടും. ആൻഡ് കംപ്ലീറ്റ്ലി ഫിനിഷ് ആയി. നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. കാണിക്കാതെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോ കോണ്ടന്റ് എടുക്കണം യൂട്യൂബിലേക്ക്. അതിന്റെ പരിപാടികളാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ അതെനിക്ക് മാറ്റി വെക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഇടയ്ക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ചെയ്ത് പഠിക്കുന്ന രീതിയിൽ ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും ഇന്നത്തെ ബാക്കി എന്ന ഡേയ്സ് ഞാൻ ഓൾറെഡി യൂട്യൂബിലിടാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചു ഡെവലപ്മെന്റിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. കേസ് ടൈം കിട്ടിയാൽ മാത്രം കോണ്ടന്റ് ഷൂട്ട് ചെയ്യും. ബിക്കോസ് ഓൾറെഡി ഇത് ഷൂട്ടിംഗ് ആണ്. അപ്പൊ ഞാൻ ആലോചിക്കും നാളെ വേറെ കോണ്ടന്റ് ആയാലും ഷൂട്ട് ചെയ്യാമല്ലോ, ഡെവലപ്മെന്റിന് ഇരിക്കാം എന്നാണ് എന്റെ ഇപ്പോഴത്തെ പ്ലാൻ. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ സമയം 12:15. ഓൾമോസ്റ്റ് ഞാൻ കുറെയൊക്കെ ചെയ്ത് പഠിച്ചു. പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. അത്ര സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടൊന്നും ഇരുന്നിട്ടില്ല. ഡേ ബൈ ഡേ ഇനി ഇംപ്രൂവ് ചെയ്യാം എന്നാണ് എന്റെ പ്ലാൻ. വീഡിയോക്ക് ലാഗ് ഉണ്ടോ? സോ ദാറ്റ്സ് ഫോർ ടുഡേ. വീഡിയോക്ക് അത്യാവശ്യം ലാഗ് ഉണ്ടായിരുന്നു. ഞാൻ ഓഫ് ചെയ്തിട്ട് കൂൾ ആവാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ബട്ട് വി ഹാവ് ഡൺ ടുഡേ. ഇനി പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തു. ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഇട്ടിട്ടില്ല. ഞാൻ നേരത്തെ ചെയ്ത് അതപ്പം ഡിലീറ്റ് ചെയ്തിട്ട് കുറെ കൂടെ ഇൻഫർമേഷൻസ് ഇപ്പൊ ആഡ് ചെയ്യാറായിട്ടുണ്ട്. അപ്പം വേറെ കുറെ കാര്യങ്ങളൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പർ ആവാം എന്നുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എന്തായാലും വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം. പുതിയതായിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറ. ബാക്കി കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ ഞാൻ എന്തായാലും ഇന്ന് കിടന്നുറങ്ങട്ടെ. കണ്ണ് നിങ്ങൾക്ക് കണ്ടറിയാം ഒരുമാതിരി താന്നു. ഒപ്പം കിടക്കട്ടെ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.